ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ ചമ്പക്കുളം വള്ളംകളി ഇന്ന് നടക്കും. 2 മണിയോടെ തുടക്കമാകുന്ന വള്ളംകളി ആവേശത്തിലാണ് കുട്ടനാട്ടുകാർ. പക്ഷേ ചമ്പക്കുളം വള്ളംകളി ഇത്തവണ ജനശ്രദ്ധയിലേക്ക് എത്തുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഏറ്റവും ഒരു മര്യാദയില്ലാത്ത പരാമർശത്തിന്റെ പേരിലാണ് എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, റെജി ചെറിയാൻ എന്ന് പറയുന്ന കുട്ടനാടിന്റെ MLA അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്, പ്രാദേശികമായ അവധി നൽകണം ഈ പറയുന്ന വള്ളംകളി ദിവസം എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി എണീറ്റെന്ന് പറയുന്നു, അവധി നൽകുന്ന കാര്യം പരിശോധിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇരിക്കുന്ന ഇരിപ്പിൽ സമീപത്തിരുന്ന മന്ത്രി വി കെ കുഞ്ഞാലിക്കുട്ടിയോട് പറയുകയാണ്, ഒരു കാരണവശാലും അവധി നൽകില്ല എന്ന്. ഒറ്റ മിനിറ്റില്ല, കേവലം 30 സെക്കൻഡ് വ്യത്യാസത്തിൽ മുഖ്യമന്ത്രി നിലപാട് മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ MLA അവഹേളിക്കുന്നു, ആ MLAക്ക് വോട്ട് ചെയ്ത ആ നാട്ടിലെ മനുഷ്യരെയും അവഹേളിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇത്തവണ മൂലം വള്ളംകളി നടക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുകയാണ്. നോക്കാം എന്താണ് ഈ വള്ളംകളി നടക്കുമ്പോൾ ഈ വിഷയം ഇന്നും അവിടെ പ്രധാന ചർച്ചയായി നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. ഷാജി, ഗുഡ് മോർണിംഗ്. ഷാജി, ചമ്പക്കുളം വള്ളംകളി ഇത്തവണ ചർച്ചയിൽ ഇടം പിടിക്കുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിയമസഭയിലെ പരാമർശത്തിന്റെ പേരിലാണ്. അപ്പോൾ ആ പരാമർശം വലിയ ചർച്ചയായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. റെജി ചെറിയാൻ അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് കണ്ടതാണ്. അപ്പോൾ ഇന്ന് വള്ളംകളി നടക്കുമ്പോൾ ഈ വിഷയം അവിടെ ഉയർത്തപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും മനു, കഴിഞ്ഞ ഏതാണ്ട് 2-3 ദിവസങ്ങളിലായിട്ട് കുട്ടനാട്ടിലെ സജീവ ചർച്ച ഇത് തന്നെയാണ്. പ്രധാനമായിട്ടും കുട്ടനാട്ടിൽ അവധി നൽകാത്തതില്ല, മറിച്ച് ഒരു കാരണവശാലും അവധി നൽകില്ല എന്ന് മുഖ്യമന്ത്രി ഏതോ ദേഷ്യത്തോടെ അല്ലെങ്കിൽ ധിക്കാരത്തോടെ പറയുന്നത് അത് കുട്ടനാട്ടുകാരെ അവഹേളിക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ MLA അപമാനിക്കുന്നതിനും തുല്യമാണ്. കുട്ടനാട്ടിലെ MLA ആദ്യമായിട്ടാണ് ഒരു സബ്മിഷൻ ഉന്നയിച്ചത്, ഒരു കാര്യം ആവശ്യപ്പെട്ടത്. കാര്യം കുട്ടനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചക്കുളത്തുകാവ് ഉത്സവത്തിനൊക്കെ തന്നെ പ്രാദേശിക അവധികൾ നൽകാറുണ്ട്. ഇത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി. ഇതിനുശേഷമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 25ഓളം മത്സര വള്ളംകളികൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ വള്ളംകളിക്ക് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഇന്ന് സാധാരണഗതിയിൽ ഇത് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക അവധി നൽകണം എന്നുള്ളൊരാവശ്യമുണ്ട്. കാരണം കുട്ടികൾക്കും ഒക്കെ തന്നെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒട്ടനവധി ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ അത് അദ്ദേഹം സഭയിൽ വളരെ കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിൽ MLAയും കുട്ടനാട്ടിലെ ജനങ്ങളെയും പുച്ഛിക്കുന്ന തരത്തിൽ ധിക്കാരത്തോടെ ഒരു കാരണവശാലും അവധി നൽകില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വളരെയധികം പ്രതിഷേധങ്ങൾ നമുക്ക് കുട്ടനാട്ടിൽ കാണാൻ സാധിച്ചു. ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വേറൊരു കാര്യം കൂടിയുണ്ട് ഷാജി. അതൊരു ഒരു സാമാന്യ മര്യാദ മുഖ്യമന്ത്രിക്ക് പുലർത്താമായിരുന്നില്ലേ? കാരണം വെച്ചാൽ അവധി കൊടുക്കുമോ ഇല്ലയോ എന്നത് വേറെ പ്രശ്നം. ഇപ്പോൾ റെജി ചെറിയാൻ അങ്ങനെ ഒരു വിഷയം അവിടെ ഉന്നയിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് പറയാം, നമുക്കത് പരിശോധിച്ച് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നോക്കിയിട്ട് പരിശോധിക്കാം എന്ന് പറഞ്ഞൊരു മാന്യമായ മറുപടി നൽകിയിരിക്കാം. പക്ഷേ ഇത് എന്തൊക്കെയോ പറഞ്ഞ് മൂക്കേൽ പിടിച്ചിട്ട് അങ്ങ് ഇരിക്കുന്ന ഇരിപ്പിൽ പറയുകയാണ്, ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന്. ഈ റെജി ചെറിയാൻ എന്ന് പറയുന്ന MLAക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അത്രയേ വിലയുള്ളൂ. അതാണ് സംഭവം. തീർച്ചയായിട്ടും മനു, അദ്ദേഹം ആ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA ആണ്. നേരെ മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഒരു MLAയുടെ ആവശ്യമായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണമേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA തന്നെ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്നതാണ് പുറത്ത് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ ആ മൈക്കില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ജനങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിലേക്കല്ല കേരള സമൂഹം ഇത് ചർച്ച ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടനാട് MLA ഇന്ന് സഭയിൽ പങ്കെടുക്കില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം അത്തരം ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് പങ്കെടുക്കാതിരിക്കുന്നത്. ഈ മത്സര വള്ളംകളി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ടൂറിസം വകുപ്പ് മന്ത്രിയാണ്, PC വിശ്വനാഥാണ്. അദ്ദേഹം ഇന്ന് സഭയിൽ പങ്കെടുത്തതിനൊക്കെ ശേഷമാണ് ഇന്ന് വള്ളംകളിക്കായിട്ട് ഇവിടെ എത്തുന്നത്. പക്ഷേ ഇന്ന് റെജി ചെറിയാൻ അദ്ദേഹത്തിന് ഒരു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ട് കൂടിയാണ് അദ്ദേഹം ഇന്ന് സഭയിൽ എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വലിയ ഒരു ചർച്ചകൾക്ക് ഇത് കാരണമാവും. കാര്യം ആ സഭ കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം പിന്നീട് സഭ കൂടിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇവിടെ പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധ സമരം നടത്തിയവരൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി തനി ഓന്തിൻ്റെ സ്വഭാവമാണ്. കാര്യം ഇരിക്കുന്ന ഇരിപ്പിൽ നിറം മാറും. അതാണ് നമുക്ക് സഭയിൽ കാണാൻ സാധിച്ചതെന്നാണ് പ്രതിഷേധ സമരങ്ങൾ നടത്തിയ
പല പാർട്ടിയുടെ നേതാക്കളും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ചത്. അത് തന്നെയാണ് നമുക്ക് സഭയിലും കാണാൻ സാധിച്ചത്. കാര്യം അദ്ദേഹം ചോദ്യത്തിനൊരു മറുപടി നൽകുന്നു, അതിനുശേഷം ഇരുന്നിട്ട് വളരെ ധിക്കാരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ആ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാവും, വളരെ ധിക്കാരത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് തൊട്ട് സമീപത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയോട് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രോക്ഷത്തിന് കാരണമെന്ന് അറിയാൻ സാധിക്കില്ല. ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് സ്വീകരണ യോഗങ്ങളും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു മുഖ്യമന്ത്രി ആയ ഘട്ടത്തിൽ. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ ഒരാൾ പോലും അങ്ങനെ ഒരു പ്രകടനം നടത്തിയില്ല, ആഹ്ലാദ പ്രകടനം ഉണ്ടായില്ല. അങ്ങനെ കൊടിതോരണങ്ങൾ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി പടക്കം പൊട്ടിക്കുകയോ മധുരം വിതരണം ചെയ്യുകയോ അങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഉണ്ടായില്ല. അത്തരം ഒരു പ്രതിഷേധം പൊതുവെ ആലപ്പുഴ ജില്ലയോട് അദ്ദേഹത്തിന് ഉണ്ടാകാം, അത് രാഷ്ട്രീയപരമായിരിക്കാം. പക്ഷേ കുട്ടനാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വള്ളംകളി എന്ത് ചെയ്തു, കുട്ടനാട്ടിലെ ഭരണകക്ഷിയിൽപ്പെട്ട MLA എന്ത് ചെയ്തു, ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. മനു.